visions around you bring tears to your eyes, and all that surrounds you are secrets and lies. I'll be your strength, I'll give you hope, keeping your faith when it's gone. The one you should call was standing here all alone. And I will take you in my arms and hold you right where you belong, until the day my life is through. This I promise you, this I promise you. I've loved you forever, in lifetimes before, and I promise you never will you hurt anymore. I give you my word, I give you my heart. This is a battle we won, and with this vow, forever has now begun. Just close your eyes, each loving day, and know this feeling won't go away, till the day my life is through. This I promise you, this I promise you. Over and over I fall when I hear you call. Without you in my life, baby, I just wouldn't be living at I will take you in my arms, hold you right where you belong, till the day my life is through. This I promise you, baby. Just close your eyes, each loving day, and know this feeling won't go away. No, every word I say is true. This I promise you. Every word I say is true. This I promise you. Ooh, I promise you. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ തന്നെ ആമേൻ. നിന്റെ സ്തുതികൾ ആകാശവും ഭൂമിയിൽ നിന്നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ
പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനെ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം സംരക്ഷിക്കായിക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളാരോട് തന്നെ രാജാവേ നിനക്ക് സ്തുതി. വാഴ്ത്തുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇത് രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിറഞ്ഞമറിയുമേ നിനക്ക് സമാധാനം. നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ പേര് ഫലമായി ഞങ്ങൾ വാഴ്ത്തപ്പെട്ടവരാകുന്നു. പറയുമേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്തിലും അപേക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിന്റെ ഈ പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ജീവിതത്തിന്റെ ഈ നിമിഷം വരെ അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനോട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും ഒക്കെ പരിഹരിച്ച് ഞങ്ങളോട് കൂടി ഇരിക്കുകയും ഞങ്ങളെ വഴിനടത്തുകയും ചെയ്യുന്ന അങ്ങയുടെ ദിവ്യ സ്നേഹത്തിൽ ഇനിയുള്ള ഓരോ നിമിഷവും അടിയങ്ങളെ വഴിനടത്തി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഇസ്രായേൽ മക്കളുടെ ഇസ്രായേലിൽ നിന്നുള്ള കനാലിലേക്കുള്ള യാത്രയിൽ പകൽ മേഘസ്തംഭത്തിന് രാത്രി അഗ്നിത്തൂണിൽ അവിടുന്ന് കൂടെ ഇരുന്ന് വഴിനടത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതയാത്ര നിരന്തര സാന്നിധ്യമായി ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴിനടത്തുമാറാകണമേ. ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന ഭവനമായും നീ സ്നേഹിക്കുന്ന ഭവനമായി ദേശത്ത് നിലനിൽക്കുവാൻ സഹായിക്കണമേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഭവനങ്ങളെ അനുഗ്രഹിച്ച് സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുത്തതുപോലെ ഈ ഭവനത്തിന്റെ സ്വർഗീയമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. കാവൽമാലാഹമാരുടെ സാന്നിധ്യം ഉണ്ടാകണമേ. ശ്രീബായുടെ തണലിൻ കീഴിൽ ഈ ഭവനത്തെ മറച്ചു കൊള്ളുമാറാകണമേ. ഭവനത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ നല്ലവണ്ണം നയിപ്പാൻ ഇതുവരെ അവിടുന്ന് സഹായിച്ചു. ഇഷ്ടകാല മക്കളുടെ നല്ല ഭാവികളുടെ സന്തോഷത്തോടെ ജീവിപ്പാൻ എൻ്റെ മക്കളെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ. ദൈവമേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മകളെയും കൂട്ടായിരിക്കുന്ന മകനെയും അവിടുന്ന് അനുഗ്രഹിക്കും. ഒരു ജോലിയും ഭാവിയും അവർക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞിനെയും ഒക്കെ അവിടുന്ന് വാഴ്ത്തുമാറാകണം. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധമായ വിവാഹ കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന അവിടുത്തെ മകന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ തക്കതായ തുണയെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ വിവാഹ കൂദാശയിൽ ഈ പ്രിയ മകനും മകളും സ്വർഗീയമായ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മ കൃപകളും സ്വീകരിക്കുവാൻ ദൈവമേ ശുശ്രൂഷ നിർവഹിക്കുന്ന കരങ്ങളിലൂടെ തമ്പുരാൻ പ്രവർത്തിക്കുമാറാകണമേ. ഈ പ്രിയപ്പെട്ട മക്കൾ അനുഗ്രഹത്തോടെ ജീവിച്ച് നിന്റെ സാക്ഷികളാകുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ഈ പരിശുദ്ധ വിവാഹ കൂദാശയിലേക്ക് ഒരുങ്ങുന്ന കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരും സ്നേഹിതരുമായ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണം. സഹോദരിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീത ഭാവിയിലേക്ക് അവിടുന്ന് കൈപിടിച്ച് നടത്തുമാറാകണമേ. കർത്താവേ, പരിശുദ്ധ വിവാഹ കൂദാശി തുടർന്ന് നടക്കുന്ന ചടങ്ങുകൾ ഈ നിന്റെ പ്രിയ മക്കളുടെ കുടുംബജീവിതവും അവിടുത്തെ കരുണയിലും സാന്നിധ്യത്തിലും കൃപയിലുമായപ്പാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളെ വാങ്ങിപ്പോലെ ഞങ്ങളുടെ പർദീസായി അവിടുന്ന് വസിപ്പിക്കണം. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും ഇന്ന് നടക്കുന്ന പരിശുദ്ധ വിവാഹ കൂദാശയുടെ മേലും പ്രിയപ്പെട്ട മകന്റെ മേലും ഒരുക്കപ്പെടുന്ന മകളുടെ മേലും ഇരു കുടുംബങ്ങളുടെ മേലും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും തുടർന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളുടെ മേലും ഇവരുടെ ഭാവി ജീവിതത്തിന്റെ മേലും നമ്മുടെ എല്ലാ വാങ്ങിപ്പോയ ദാസരാത്മാക്കളുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Here we stand, the world awaits. We'll let the stars tonight
It's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love I know that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. ആദ്യം മുതൽ എന്നേക്കുമുള്ള സത്യഗതികളുടെ തിരുനാമത്തിൽ ആമേൻ. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ
ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോട് കൂടെയും നീ മുഖാന്തരമുണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളനെ ശ്രേഷ്ഠമായി തീരണമേ. നിന്നെ പ്രതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സർവ്വസ്ത്രീകൾ ആനന്ദിക്കണമേ. പിതൃപുത്ര നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായി പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുന്നതോടുള്ള ഐക്യമന്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യണമേ. ഓശോ Thank you.
എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധാചാര്യരുടെ ദാസിക്കുന്ന അവളെ രക്ഷിച്ച് സർവ്വവിധ കഷ്ടതകളിൽ നിന്നും പാപങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീകന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവരായ കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകുന്നു. നിന്റെ ദൈവികായ ശക്തികളുണ്ട് We
നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകുല സുബാലി. തന്റെ കരുണയാലും ബഹുലമായ ഹൃദയാലും ജീവോദയങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപൂർണവുമായി ആയുഷ്കാലം നിന്നോടുകൂടി ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലുതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്രീകന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാര്യങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീബായാൽ ഈ മണവാളനെയും
മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളോവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30-60 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുവാനാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. രണ്ട് വീട്ടിൽ നിന്ന് ഒരു ചെറുക്കനായും ഒരു പെണ്ണായും രണ്ടുപേർ പള്ളിയിലെത്തി. ഇടയ്ക്ക് വെച്ചൊക്കെ അവരെ മണവാളിൽ നിന്നും മണവാട്ടിയിൽ നിന്നൊക്കെ വിളിച്ചു. 1 മണിക്കൂർ നീണ്ട കൂദാശ കഴിഞ്ഞവർ ഭാര്യയും ഭർത്താവുമായി ഈ ദേവാലയത്തിൽ നിന്ന് ജീവിക്കാനായി പാദമൂന്നുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഇടം വീടാണ്. ജീവിതത്തിൻ്റെ എല്ലാ മുറിവുകളും മനുഷ്യർ സൗഖ്യമാക്കുന്ന ഇടമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ മുഴുവൻ പരിഹാരം നമുക്ക് നൽകുന്നത് നമ്മുടെ വീടാണ്. ആ വീടിൻ്റെ വലിപ്പം കൊണ്ടല്ല, ആ വീട്ടിൽ കുറേ ഹൃദയങ്ങൾ അടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ഹൃദയം അകന്നു പോകും തോറും വീടിൻ്റെ തലവിധി മറ്റൊന്നായി മാറും. സ്വർഗമാകപ്പെടേണ്ട വീട് ചെറുകെ നരകമായി തുടങ്ങും. ഹൃദയം അടുത്തിരിക്കുമ്പോൾ, ഹൃദയപൂർവ്വം സ്നേഹിക്കുമ്പോൾ, ഹൃദയപൂർവ്വം പങ്കുവെക്കപ്പെടുമ്പോൾ, ഹൃദയപൂർവ്വം സംസാരിക്കുമ്പോൾ, ഹൃദയം പരസ്പരം തുറക്കുമ്പോൾ ഇവിടെ സ്വർഗമായി മാറ്റപ്പെടും. വഴിയോരങ്ങളിൽ ഹൃദയം തുറക്കാൻ പാകമായി ഇടമില്ല. ഹൃദയം തുറക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ വല്ലാത്തൊരു തിരമാലയും ജീവിതത്തിൻ്റെ ആർദ്രതയും അതിലേക്ക് എത്തണം. ഇതെത്തണമെങ്കിൽ അടിസ്ഥാനപരമായി ആ ബന്ധങ്ങൾക്ക് ഉറപ്പുണ്ടാവണം. ഈ ലോകത്തിൽ ഒന്നും കൂട്ടിയാൽ 2 മാത്രം ഗണിതശാസ്ത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ കൂദാശ മറ്റൊന്നുകൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നും ചേർന്ന് 2ആയി മാറുകയല്ല, ഒന്നും ചേർന്ന് കുറെ കൂടി വലുതായി മാറുകയാണ്. എന്തൊരു ഉത്തരവാദിത്വമാണ് ഒരു കുടുംബം നമുക്ക് നൽകുന്നത്. ഇന്നലെ വരെ സ്വന്തം ഇഷ്ടങ്ങളിൽ മാത്രം താല്പര്യം പ്രകടിപ്പിച്ചവർ ഇന്നു മുതൽ ഈ കാര്യത്തിൽ തൻ്റെ പങ്കാളിയുടെ താല്പര്യം എന്താണെന്ന് അന്വേഷിച്ചു തുടങ്ങുന്നു. ഇന്ന് വരെ തനിക്ക് മാത്രം സുഖകരമായിരുന്നത് ഇന്നു മുതൽ എൻ്റെ പങ്കാളിക്ക് ഇങ്ങനെ സുഖകരമായി തീരുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു.
ഇന്നലെ മുതൽ എൻ്റെ ദുഃഖങ്ങൾ എന്നേത് മാത്രമായിരുന്നിടത്ത് നിന്ന് ഇന്നു മുതൽ എൻ്റെ ദുഃഖങ്ങൾ ഞങ്ങളുടേതായി മാറുന്നു. ഇന്നലെ വരെ എൻ്റെ സന്തോഷം ഞാൻ മാത്രം അനുഭവിച്ചിടത്ത് ഇനിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷിക്കുമ്പോൾ മാത്രമേ സന്തോഷമുണ്ടാകൂ എന്ന് തിരിച്ചറിയുന്നു. വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ജീവിതത്തിൽ ഇവർ പാദമൊന്ന് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്. മക്കളെ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ജീവിതത്തിൽ കാലങ്ങൾ കടന്നു വരും. ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളുണ്ടാകും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകും. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അവിചാരിതമായി സങ്കടങ്ങൾ നമ്മെ കാണുന്നതിന് എല്ലാ സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മധ്യത്തിൽ ദൈവത്തിൽ അഗാധമായിട്ട് ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാനവും പ്രാർത്ഥനയിലാവണം. ജീവിതം തുടങ്ങുന്നത് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും പ്രാർത്ഥനയോട് ചേർന്ന് പങ്കുവെക്കണം. ദൈവത്തെ ആരാധിക്കാൻ ദേവാലയത്തിലേക്ക് എത്തണം. വിശുദ്ധ കൂദാശകളെ അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ സ്വീകരിക്കണം. ഇന്ന് ആവർത്തിച്ച് പറയുന്ന വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. അക്കാരണം കൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും അവർ ഇരുവരും ഒന്നായി തീരുകയും ചെയ്യും. ഈ കൂദാശ നിങ്ങളെ ഒന്നാക്കുകയാണ്. ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള അനുവാദവും അനുഗ്രഹവും ദൈവം തരുന്ന നിമിഷമാണ്. ദൈവം നിങ്ങളെ ഒട്ടിച്ചു ചേർക്കുകയാണ്. ആർക്കും നിങ്ങളെ വേർപിരിക്കാൻ സാധ്യമല്ല. ഒരിക്കലും വേർപിരിയാൻ പറ്റാത്ത വിധം ഈ കൂദാശി ദൈവം നിങ്ങളെ ഒന്നാക്കുകയാണ്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും സ്നേഹിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എങ്കിലും ജീവിതത്തിൽ സ്നേഹസാർത്ഥതയുടെ കൂടാരം തീർക്കരുത്. വളർത്തിയ അപ്പനമ്മ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ജീവിതത്തിൽ ഭാരപ്പെടുന്നവർ എല്ലാവരെയും ചേർത്ത് ആഘോഷമാക്കി ജീവിക്കണം. ജീവിതം നിങ്ങളുടെ സന്തോഷമായി മാത്രം മാറുമ്പോഴും നമ്മുടെ ചുറ്റുവട്ടമുള്ള ബന്ധങ്ങളെ ഏറെ തീഷ്ണതയോടെ ചേർത്ത് പിടിക്കണം. ആതിഥ്യമര്യാദയുള്ള നല്ല മണവാട്ടിയും ഭാര്യയുമാകണം. വീട്ടിലേക്ക് ഒരാൾ വന്നാൽ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കാൻ ഒരു പാത്രം വെള്ളം അവർക്ക് കൊടുത്തുവിടാനുമുള്ള ആതിഥ്യമര്യാദ മനസ്സിൽ സൂക്ഷിക്കണം. നല്ല കുടുംബമാവട്ടെ, നല്ല ഭാര്യയും നല്ല ഭർത്താവുമാവട്ടെ, കുറേ കഴിയുമ്പോൾ നല്ല അപ്പനും നല്ല അമ്മയും ആവട്ടെ, അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നല്ല വല്യപ്പനും നല്ല വല്യമ്മയാവട്ടെ. എന്തൊരു സന്തോഷമാണ് ജീവിതം. ഓരോ കാലത്തും ദൈവം ഇങ്ങനെ നമുക്ക് അനുഗ്രഹങ്ങളുടെ പേരുമായി നമ്മുടെ ജീവിതത്തിന് നൽകും. വന്നിട്ടുള്ള എല്ലാവരുടെയും നാമത്തെ വിഭാഗത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പം ഈ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ജീവിക്കേണ്ടത് നിങ്ങളാണ്. നന്നായിട്ട് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, ദൈവത്തെ ചേർത്ത് വെച്ച് ജീവിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവേ, അനുസരമായ വിരുന്നിന് കഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയ്ക്കുമാറാകണമേ. Thank you.
ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കി നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെയും നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ള സന്തോഷ ഉല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ആശു ബഹുബുലുസ്ബാലോമി. അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാരുടെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയണിക്കുന്ന വചനവും തന്റെ ബഹുലമായ കർമ്മ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ തേടോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയെന്ന് ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം എന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനെന്ന തത്വത്തെ ആരാധിക്കുവാനോ പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിയുന്നില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി നയിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്ത് സകലനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യുക്തമാകുന്നു. നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ കരുത്തമുള്ളവനാകുന്നു. ശിക്ഷാകന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സംഗീതരായ നിന്റെ കണ്ണിയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായി പണ്ടത്തോണവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണമാർഗ്ഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം
ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീക കൽപ്പനകളും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരവുമായി ദൈവിക വ്യാപാരങ്ങൾക്ക് ഏർപ്പെട്ട് ലാഭമുണ്ടാകുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. ശമിക്കപ്പെട്ടവനായ സാത്താന്റെ നാശത്തിൽ നിന്നോട് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ യാചനത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ ഓട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ വാഗ്ദത്തങ്ങളെ ആശ്വസിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിനവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നല്ലോ. ഞങ്ങളെ നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കരയുന്നു. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ ഭാര്യയെ സ്നേഹിക്കണം.
ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരനുസരിപ്പിൻ. എന്തെന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാർക്കുന്നു. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ നിഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീഷ്യന്മാർ അടുത്തു ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ അതിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരൻ ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. ും
മിശിഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും യോജിക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകലശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം
പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാവുകയും ചെയ്യട്ടെ. കരുണയുടെ വലത്ത് ദൈവം നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽ കലിസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാമി സഖാക്കി യാക്കോബിനും ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായി ഔസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. പാപിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങൾ സ്വർഗരാജ്യാവകാശികളായി ഭരിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങുന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഹോശാ വബുകുർ സുബ്ഹാനല്ലാഹ്. Thank you.
നമ്മളെല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളത്. ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരിമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്തമറിയാമെന്നെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാണ്. കർത്താവ് യേശുമിശിഹായുടെ വലുതുകൾ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. കൈവിട്ടുമോ വീണ്ടും വിശ്വാസികൾ ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഭാര്യ സ്വന്തം ആളുകളെയും വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുക. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കും. നിനക്ക് സമാധാനം. Super
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹ ശുശ്രൂഷകളോട് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവനിവരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനിവരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസികളായ മരിച്ചുപോയവർക്കും പാപമോചനം നൽകട്ടെ. പിതാവിനും തമ്മിൽ വിശുദ്ധമായുള്ളവരെ ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അവിടുത്തെ ഉന്നത സിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ഉണ്ടായിരിക്കുമാറാകട്ടെ. There goes my heart beating, 'cause you are the reason I'm losing my sleep. Please come back now. There goes my mind racing, and you are the reason that I'm still breathing. I'm hopeless now. I climb every mountain and swim every ocean just to be with you and fix what I've broken. Oh, 'cause I need you to see that you are the reason. There goes my head shaking, and you are the reason. My heart keeps bleeding. I need you now. If I could turn back the clock, make sure the light feed the dark, spend every hour of every day keeping you safe. I climb every mountain and swim every ocean just to be with you and fix what I've broken. 'Cause I need you to see that you are the reason. I don't wanna fight no more. I don't wanna hurt no more. I don't wanna cry no more. Come back, I need you to hold me closer now, just a little closer now, come a little closer. I need you to hold me tonight. I climb every mountain and swim every ocean just to be with you and fix what I've broken. 'Cause I need you to see that you are the reason. Move it,
അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ തങ്കമേ 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 തന്നാനേ മായം കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിടല്ലേ കതിലെന്ന് ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണായി അഴകെ ചങ്കുലക്കണ ചോദ്യമിതെന്റെ തീയരിക്കണ രാധിയുമെന്റെ നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ ചിയോതി കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ മഴവിൽ ചന്തമേ നീയൻ സ്വന്തമേ തന്താനേ 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 പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ
मशहूर करना कभी तू मुझे नजरों से दूर किथे चलिए तू किथे चलिए तू किथे चलिए जानदा है दिल ये तो जान दिया तू तेरे बिना मैं ना रहूं मेरे बिना तू किथे चलिए तू किथे चलिए तू किथे चलिए काटू कैसे राता हो सावरे जिया नहीं जाता सुन बाबरे के राता लंबे आ रे कटे तेरे संगे आ रे के राता लंबे आ रे कटे तेरे संगे आ रे चम 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 अंबरां दे तारे कहंदे ने सजना तू ही चन मेरे इस दिल दा मन लवे सजना तेरे बिना मेरा होवे ना गुजारा छड़ के ना जावी मैनू तू ही है सहारा काटू कैसे राता हो सावरे जिया नहीं जाता सुन बाबरे के राता लंबे आ रे कटे तेरे संगे आ रे के राता लंबे आ रे कटे तेरे संगे आ रे मशहूर करना कभी तू मैनू नजरों से दूर पीछे चलिए तेरे पीछे चलिए तेरे पीछे चलिए जानदा है दिल ये तो जान दिया तू तेरे बिना मैं ना रहूं मेरे बिना तू किथे चलिए तू किथे चलिए तू किथे चलिए काटू कैसे राता हो सावरे जिया नहीं जाता सुन बाबरे के राता लंबे आ रे कटे तेरे संगे आ रे के राता लंबे आ रे कटे तेरे संगे आ रे
കൺ തുറന്നുണർന്നു നിന്ന താരേ നീ ചാരേ കണ്ണാകെ നനഞ്ഞുമേയുണർന്നു കൂടെ നീ പോരൂ